ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ലൈഫ് സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ടു. അതിനേക്കാൾ സന്തോഷമല്ല, എന്താ പറയുക, കുറേ പേര് എന്നെ വിളിച്ച് സംസാരിച്ചു. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. വിവരങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പക്ഷെ അവരുടെ ലൈഫ് സ്റ്റോറിയും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. കമൻസൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് വിഷമമായി. കുറേ പേര് ഇൻസ്റ്റയിൽ വന്ന് പേഴ്സണലായി മെസ്സേജ് അയച്ചു, ചേച്ചി ഞങ്ങളും ഈ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ കുറച്ച് പേരുടെ ഡൗട്ടാണ്, ഇത് വീട്ടിൽ പറഞ്ഞിട്ടാണോ ഈ ഒരു സംഭവം ഇങ്ങനെ വന്ന് പറഞ്ഞത് എന്നുള്ളത്. ഞാനതാണ് പറഞ്ഞത്. ഞാൻ ലൈഫ് സ്റ്റോറി പറയുമോ എന്ന് കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാനുണ്ട് എന്ന് പറഞ്ഞത് അതാണ്. ഞാൻ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ലൈഫ് സ്റ്റോറി വീഡിയോ ഒക്കെ ഇട്ടത്. എനിക്കറിയാം ഒരുപാട് പേര് കാണുന്ന വീഡിയോ ആണെന്നും, അതുപോലെ റിലേറ്റീവ്സ് അല്ലാതെ തന്നെ ഒരുപാട് പേര്, റിലേറ്റീവ്സും നെയ്ബേഴ്സും അതുപോലെ തന്നെ വേറെ ഒത്തിരി ദൂരത്തിരിക്കുന്ന ആൾക്കാർ കുറേ എൻ്റെ വീഡിയോ കുറേ പേര് കാണുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ആലോചിച്ച് ലൈഫ് സ്റ്റോറി പറയണോ വേണ്ടേ. പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, അത് എന്തിനു പറയാതിരിക്കണം. നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് ഇന്ന് ഈ നിലയിൽ എനിക്കെത്താൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും അതിന് സാധിക്കും. ഇതിലും സുഖസൗകര്യങ്ങളോട് കൂടിയിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും അനുഭവിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനും മേലെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിനും മേലെ അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ സ്റ്റോറിയിലത്തെ 2-3 പ്രോബ്ലംസ് മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമമായി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ അച്ഛനെ പറ്റി മോശമായിട്ടല്ല പറഞ്ഞത്. അത് മദ്യത്തിന് അഡിക്റ്റായ ഒരാൾ, ഇല്ല അച്ഛൻ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലത്തെ ഏറ്റവും നല്ല മനുഷ്യൻ എൻ്റെ അച്ഛനാന്ന് തന്നെ ഞാൻ പറയും. അത് കുടിക്കുക കാരണം മാത്രമാണ് അച്ഛൻ്റെ സ്വഭാവം അങ്ങനെ. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ അച്ഛൻ നല്ല സ്വഭാവമാണ് കേട്ടോ. ആരെയും മോശപ്പെടുത്താൻ പറഞ്ഞതല്ല. പണ്ടത്തെ സിറ്റുവേഷൻ, ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ പണ്ടത്തെ സിറ്റുവേഷനിലൂടെ കടന്ന് ഇന്ന് ഈ നിലയിൽ എത്തിയതും കല്യാണം കഴിഞ്ഞത് വരെയാണ് ഞാൻ പറഞ്ഞത്. ആഫ്റ്റർ മാരേജ് സ്റ്റോറി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പറയാൻ, ഞാൻ അതും ഇതുപോലെ തന്നെ ആലോചിച്ചിട്ട് പറയാം. അന്നത്തെ ആ ഒരു അവസ്ഥയിൽ എൻ്റെ ഈ സ്റ്റോറി കേൾക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാനോ അങ്ങനെ എൻ്റെന്നല്ല ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് ഈ ഒരു സ്റ്റോറി ഒരുപാട് പേര് കേട്ടു. ഒത്തിരി പേര്, എന്നെ അറിയാത്ത ഒത്തിരി പേര് ഈ ഒരു സ്റ്റോറി കേട്ടു. ഒത്തിരി പേര് എന്നെ വിളിച്ചു, ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു, മെയിൽ അയച്ചു പറഞ്ഞു. അതിൽ തന്നെ ഒരുപാട് സന്തോഷം. അതാണ് എന്താ പറയുക, അതൊരു വിജയമാണ്. കാരണം അന്ന് ഉണ്ടായിരുന്നില്ല, എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരുപാട് പേര്, ഒത്തിരി ദൂരത്തിരിക്കണവരടക്കം എൻ്റെ ഈ ഒരു സ്റ്റോറി കേട്ടു എന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഈ ഒരു സ്റ്റോറി പണ്ടത്തെ സ്റ്റോറിയാണ്. പണ്ടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4ാം ക്ലാസ്സിലും 5ലും 6ലും 8ലും ഒക്കെ പഠിക്കുമ്പോഴുള്ള സ്റ്റോറിയാണ്. സ്റ്റോറിയല്ല, അനുഭവങ്ങളാണ്. അപ്പോൾ അന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അന്ന് നമ്മൾ ചെറിയ കുട്ടികളാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കന്ന് വോയിസ് ഇല്ലേ, കുഞ്ഞു കുട്ടികളല്ലേ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേയൊക്കെ അച്ഛൻ മാറിയ കാരണം പിന്നെ നമുക്ക് അച്ഛൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ചിരിച്ച അച്ഛൻ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ അച്ഛൻ. മുന്നേന്ന് വെച്ചാൽ ദേഷ്യം, പിന്നെ അത് എനിക്ക് തോന്നുന്നു അതിന് അഡിക്റ്റായ കാരണമാവാം, മദ്യത്തിന് അഡിക്റ്റായ കാരണമാവാം. ഇപ്പോഴും ചെറുതായിട്ട് കുടിക്കും, പക്ഷേ വീട്ടിൽ അലമ്പും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് പിന്നെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഇത്രയും കൂടി വലുതായി, നമ്മൾ അച്ഛൻ്റെ അടുത്താണെങ്കിലും അമ്മയുടെ അടുത്താണെങ്കിലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പറയും. അച്ഛൻ്റെ ഭാഗത്താ ശരിയെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഒപ്പം നിൽക്കും, അമ്മയുടെ ഭാഗത്താ ശരിയെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഭാഗത്ത് നിൽക്കും. ഇനിയിപ്പോൾ അഥവാ എൻ്റെ ഭാഗത്താ ശരിയെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്ത് തന്നെ തീർച്ചയായും നിൽക്കും. എൻ്റെ ഈ ഒരു സ്റ്റോറി പറയണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇത് പറഞ്ഞത് ഒരു മോട്ടിവേഷൻ പോലെ പറഞ്ഞതാണ്. കാരണം പുറമെ നിന്ന് നോക്കുന്നവർ വിചാരിക്കും അവരുടെ ലൈഫ് ഹാപ്പിയാണ്, അടിപൊളിയാണ് എന്നൊക്കെ. പക്ഷെ അല്ല, ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മാറി, അച്ഛൻ ഒരുപാട് മാറി. അതിൽ തന്നെ ഒത്തിരി സന്തോഷം, ദൈവത്തോട് നന്ദി. പിന്നെ എന്താ പറയുക, ഈ ഒരു കാര്യം കുറച്ച് പേരോട് പറയണമെന്ന് തോന്നി. അച്ഛനോടും അമ്മോടും ചോദിച്ചിട്ട് തന്നെയാണോ ഈ ഒരു വീഡിയോ ഇട്ടതെന്ന്. ഉറപ്പായിട്ടും അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.